വാഹനപ്രേമികളായ യുവാക്കളെ ആവേശത്തിലാഴ്ത്തിയും അതേസമയം നിയമപരമായ തർക്കങ്ങൾക്ക് വഴി തുറന്നും വാഹന മോഡിഫിക്കേഷൻ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാഹന മോഡിഫിക്കേഷൻ വാഗ്ദാനത്തിന് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെയാണ് ഈ വിഷയം ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയത്. സംഭവം തുടങ്ങുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ്. പിള്ളേര് മോഡിഫിക്കേഷൻ ചെയ്യട്ടെ എന്ന ക്യാപ്ഷനോടെ അദ്ദേഹം പങ്കുവച്ച റീൽ നിമിഷങ്ങൾക്കകം വൈറലായി. ഏകദേശം 52 ലക്ഷത്തിലധികം ആളുകളാണ് 24 മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോ കണ്ടത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ സുരക്ഷിതമായ രീതിയിലുള്ള വാഹന മോഡിഫിക്കേഷനുകൾക്ക് നിയമപരമായ അനുമതി നൽകുമെന്നായിരുന്നു സതീശന്റെ പ്രധാന വാഗ്ദാനം. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടികളിൽ മാറ്റം വരുത്തുന്നത് യുവാക്കളുടെ താല്പര്യമാണെന്നും അത് തടയേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDFന്റെ പ്രകടന പത്രികയിൽ പോലും ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ വി.ഡി. സതീശന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചത്. വാഹന മോഡിഫിക്കേഷൻ എന്നത് സംസ്ഥാന സർക്കാരിന് മാത്രം തീരുമാനിക്കാവുന്ന ഒന്നല്ലെന്നും അത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വി.ഡി. സതീശൻ പറഞ്ഞ കാര്യം ഒരിക്കലും നടപ്പാക്കാനാകില്ല. കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെയും സുപ്രീം കോടതിയുടെ ഉത്തരവുകളെയും മറികടക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല. സതീശനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്നാലും കേന്ദ്ര നിയമത്തെ മറികടക്കാൻ കഴിയില്ല എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചത്. പത്തനാപുരത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും LDF ഭരണം തുടരുമെന്നും അവകാശപ്പെട്ട മന്ത്രി പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷമായി പറയുന്ന കാര്യങ്ങളൊന്നും സത്യമായിട്ടില്ലെന്നും പരിഹസിച്ചു. വയനാട് പുനരധിവാസ വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച അദ്ദേഹം നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു. കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഒരു വാഹനത്തിന്റെ RC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ്. വണ്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനായി എഞ്ചിനിൽ വരുത്തുന്ന മാറ്റങ്ങൾ, RC ബുക്കിൽ രേഖപ്പെടുത്തിയ നിറം മാറ്റുക, അനുവദനീയമായ അളവിൽ കൂടുതൽ വലുപ്പമുള്ള ടയറുകൾ ഘടിപ്പിക്കുക, അമിത ശബ്ദമുണ്ടാക്കുന്ന തരത്തിലുള്ള സൈലൻസറുകൾ, മറ്റ് ഡ്രൈവർമാരുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള LED ലൈറ്റുകൾ തുടങ്ങിയ ഇത്തരം മാറ്റങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പരിസ്ഥിതി മലിനീകരണം വർദ്ധിപ്പിക്കുമെന്നാണ് സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. കേരളത്തിലെ വലിയൊരു വിഭാഗം യുവാക്കൾക്കിടയിൽ വാഹനങ്ങളോടുള്ള ഭ്രമം കണക്കിലെടുത്താണ് വി.ഡി. സതീശൻ ഇത്തരമൊരു നീക്കം നടത്തിയത്. ഇത് യുവ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കുമെന്ന് UDF കരുതുന്നു. എന്നാൽ നിയമപരമായ സങ്കീർണതകൾ ഉയർത്തിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനാണ് ഗതാഗത മന്ത്രിയും LDFും ശ്രമിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വികസനത്തിനൊപ്പം ഇത്തരം ജനകീയ വിഷയങ്ങളും വരും ദിവസങ്ങളിൽ സജീവമായി നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ തെരുവുകളിൽ മുടങ്ങുന്ന സൈലൻസർ ശബ്ദങ്ങൾക്കും വർണ്ണാഭമായ LED ലൈറ്റുകൾക്കും പിന്നിൽ ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കൂടി പുകയടരുകളുണ്ട്. നിയമത്തിന്റെ നൂലാമാലകളും യുവാക്കളുടെ സ്വപ്നങ്ങളും തമ്മിലുള്ള ഈ മത്സരത്തിൽ ആര് ജയിക്കും? പിള്ളേരുടെ ആവേശം വോട്ടായി മാറുമോ, അതോ നിയമത്തിന്റെ കടുപ്പം ആവേശത്തെ തല്ലിക്കെടുത്തുമോ? വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെയാകും ഈ ചോദ്യത്തിനുള്ള അന്തിമ ഉത്തരം.